ദ മാനേജ്മെന്റ് ഓഫ് AUB നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ ഏജ് ഗ്രൂപ്പ് അക്കോർഡിംഗ്ലി പറഞ്ഞു തരാം. ഇപ്പോൾ അഡോളസെന്റ് ഏജ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ജനറൽ കോസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ജനറൽ കോസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ അവരുടെ ഹിസ്റ്ററിയും അവരെ എക്സാമിനേഷൻ ചെയ്തു നമ്മൾ ഓരോന്നായിട്ട് നോക്കും. ഓക്കെ, അവരുടെ ഹിസ്റ്ററി എടുക്കുന്നു, അതായത് അവരുടെ ഏജും മെനാർക്കി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു ഹിസ്റ്ററിയിൽ. പിന്നെ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ മെയിൻലി നമ്മൾ ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസും തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം നോക്കുന്നു. അപ്പോൾ അതുവഴി നമുക്ക് മനസ്സിലാവും കോയാഗുലേറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ടോ, അനീമിയ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാവും. എന്നിട്ട് അതുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ആ ജനറൽ കോസ് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് എപ്പോഴും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അനീമിയ ഉണ്ടെന്ന് അറിഞ്ഞാൽ അനീമിയ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം, റീ അഷുറൻസ് കൊടുക്കുകയും വേണം. തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉണ്ടോ നമ്മൾ നോക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് അവർക്ക് എപ്പോഴും മെഡിക്കൽ മാനേജ്മെന്റ് ആയിരിക്കും. ഇനിഷ്യലി നമ്മൾ അവർക്ക് നോൺ ഹോർമോണൽ പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് NSAIDs, ട്രനക്സാമിക് ആസിഡും എത്താംസൈലേറ്റും ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ബ്ലഡ് ലോസ് കുറയ്ക്കാൻ. NSAID, ട്രനക്സാമിക് ആസിഡും എത്താംസൈലേറ്റും. ഇനി ബ്ലീഡിങ് ഭയങ്കര സിവിയർ ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ ക്യൂറട്ടേജ് ചെയ്യാം. മെഡിക്കൽ ക്യൂറട്ടേജ് യൂസിങ് പ്രൊജസ്റ്റോജൻസ് ചെയ്യാം. ഓക്കെ, അത് ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ സഹായിക്കും, കാരണം സിറ്റിസൺ അനോവുലേറ്ററി ടൈപ്പ് ആണെങ്കിൽ. പിന്നെ നമുക്ക് ഇവിടെ ഇവർക്ക് എന്ത് കൊടുക്കാം? OCPs കൊടുക്കാം. ഓക്കെ, അത്രയും മതി ഇൻ കേസ് ഓഫ് അഡോളസൻസ് ഏജ്. അപ്പോൾ ഇത് ഫ്ലോ ചാർട്ടാണ് അഡോളസൻസ് ഏജിൽ AUB ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ AUB ഉള്ളവർക്ക് നമ്മൾ അവരുടെ ഫസ്റ്റ് ഹിസ്റ്ററി ആൻഡ് എക്സാമിനേഷൻ ചെയ്യുന്നു. റൂൾ ഔട്ട് ഹെമറ്റോളജിക്കൽ ആൻഡ് തൈറോയ്ഡ് പ്രോബ്ലംസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ളതാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിത് ചെയ്യുമ്പോൾ ബ്ലീഡിങ് മൈൽഡ് ആയിട്ട് ഇതൊന്നുമില്ല, പക്ഷെ ബ്ലീഡിങ് മൈൽഡ് ബ്ലീഡിങ് ആണെങ്കിൽ നമുക്ക് റീ അഷുറൻസ് അയൺ സപ്ലിമെന്റേഷൻ കൊടുക്കാം. മോഡറേറ്റ് ബ്ലീഡിങ് ആണെങ്കിൽ OCPs, കമ്പൈൻഡ് OCPസും. സിവിയർ ആണെങ്കിൽ നമ്മൾ ഹൈ ഡോസ് പ്രൊജസ്ട്രോൺസ് കൊടുത്തിട്ട് ഫോളോഡ് ബൈ കമ്പൈൻഡ് OCPs കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്ന് പറഞ്ഞത് AUB ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്സിലാണ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്സിലാണെങ്കിൽ ആദ്യം ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ഹിസ്റ്ററി എക്സാമിനേഷൻ ചെയ്യും, ക്ലിനിക്കൽ ഇവാലുവേഷൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ട്രാൻസ് വജൈനൽ സോണോഗ്രഫി ഇവർക്ക് മെയിനായിട്ട് ചെയ്യും. അവർക്ക് എന്ത് ചെയ്യും? നമ്മൾ TVS ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ എന്തെങ്കിലും പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടോ നമ്മൾ നോക്കണം. ഓക്കെ, പ്രഗ്നൻസി റിലേറ്റഡ് ആണോ എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ജനറൽ ആയിട്ട് നമ്മൾ എന്താണ് അവർക്ക് അനീമിയ ഉണ്ടെങ്കിൽ അനീമിയ കറക്ഷനും ഡയറ്റ് കറക്ഷൻസ് അതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ TVS അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ അത് അബ്നോർമൽ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യണം. അത് എന്താണോ റീസൺ നമ്മൾ കോസ് കണ്ടുപിടിച്ച് അതനുസരിച്ച് ട്രീറ്റ് അക്കോർഡിംഗ്ലി നമ്മൾ അത് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഈ ക്ലിനിക്കൽ അല്ലെങ്കിൽ TVS ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് നോർമൽ ആണ് കിട്ടിയെങ്കിൽ നമ്മൾ ആദ്യം അവർക്ക് എന്താണ് നോൺ ഹോർമോണൽ ആയിട്ടുള്ള മെഡിക്കേഷൻസ് പറഞ്ഞു കൊടുക്കും. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ NSAIDs, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി NSAIDs കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എത്താംസൈലേറ്റ് പോലത്തെ സംഭവം, അല്ലെങ്കിൽ ആന്റി ഫൈബ്രിനോലൈറ്റിക്സ് ആയിട്ടുള്ള ട്രനക്സാമിക് ആസിഡ്സ് നമുക്കിവിടെ കൊടുക്കാം. അപ്പൊ ഇത് കൊടുത്തിട്ട് റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി അതൊന്നും കൊടുത്തിട്ട് റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ നമ്മൾ ട്രാൻസ് വജൈനൽ സോണോഗ്രാഫി ചെയ്യും. അതിന്റെ കൂടെ തന്നെ TVS പ്ലസ് ഹിസ്റ്ററോഗ്രാഫിയാണ് ചെയ്യുന്നത്. എന്താണ് ഹിസ്റ്ററോഗ്രാഫി? നമ്മൾ പറഞ്ഞല്ലോ ട്രാൻസ് വജൈനൽ സോണോഗ്രാഫി നമ്മളിവിടെ ചെയ്യുന്നു. അപ്പൊ അതിന്റെ കൂടെ എന്തിനാണ് നമ്മൾ ഈ TVSും കൂടെ ചെയ്യുന്നത്? TVS നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ TVS അല്ലെങ്കിൽ TAS ഈ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹിസ്റ്ററോഗ്രാഫിയും കൂടെ നമ്മളിത് ചെയ്യും. ഹിസ്റ്ററോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ എന്താണ് നമ്മുടെ എൻഡോമെട്രൽ ക്യാവിറ്റിയിലോട്ട് സലൈൻ ഇൻസ്റ്റിൽഡ് ചെയ്യും. ഹിയർ ദ സലൈൻ ഈസ് ഇൻസ്റ്റിൽഡ് ഇൻടു ദ endometrial cavity to delineate the endometrium during the transvaginal ultrasound. അപ്പോൾ ഇത് എന്ത് ചെയ്യും? എൻഡോമെട്രിയത്തിനെ കുറച്ചുകൂടെ ഡീലിനിയേറ്റ് ചെയ്യും. Thus it is very helpful to rule out the submucous fibroids, endometrial polyps. Okay, so as also if there is submucous fibroid ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ the feasibility of the hysteroscopic removal can also be assessed through this sonohysterography. So in these reproductive age groups we will be doing TVS plus ഹിസ്റ്ററോഗ്രാഫി ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സോ ബൈ ഡൂയിങ് ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട്. നമ്മൾ റിപ്പീറ്റ് TVS ആൻഡ് ഹിസ്റ്ററോഗ്രാഫി നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ആൻഡ് വൈൽ ഡൂയിങ് ഇഫ് ഇറ്റ് ഈസ് നോർമൽ, അത് നോർമൽ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? അത് വീണ്ടും നോർമൽ ആണ്. പക്ഷെ നമ്മൾ എന്താണ് ഹോർമോണൽ തെറാപ്പി ആയിട്ടുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നി നമ്മൾ LNG IUS കൊടുക്കും. ഓക്കെ, ലെവനോർഗസ്ട്രോൾ ഇൻട്രായൂട്രൈൻ സിസ്റ്റം നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ കമ്പൈൻഡ് OCPs കൊടുക്കും. കമ്പൈൻഡ് OCP മീൻസ് ഈസ്ട്രജൻ പ്ലസ് പ്രൊജസ്ട്രോൺ എന്ന രീതിയിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇനി അത് കൊടുത്തിട്ട് റെസ്പോൺസ് ഉണ്ടെങ്കിൽ വി വിൽ ബി കണ്ടിന്യൂയിങ് ഇറ്റ്. ഇനി അത് കൊടുത്തിട്ടും റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ എൻഡോമെട്രിയൽ അബ്ലേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഹിസ്റ്ററക്ടമി നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ
ഇത് ചെയ്തപ്പോൾ നോർമൽ അല്ല, നമുക്ക് അവിടെ പോളിപ്പ് കിട്ടി അല്ലെങ്കിൽ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് ലൈക്ക് പത്തോളജീസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററോസ്കോപ്പി ചെയ്യാം, എന്നിട്ട് പോളിപെക്ടമി ചെയ്യാം. ഒന്നി ഹിസ്റ്ററോസ്കോപ്പി എന്താണ് ഇതായിട്ടുള്ള പോളിപെക്ടമി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ മയോമെക്ടമി ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് എ ട്രീറ്റ്മെന്റ് ഫോർ AUB. ഇനി നമ്മളിത് ഓരോ ട്രീറ്റ്മെന്റ് ഓരോന്നിന്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ ജസ്റ്റ് നോക്കുന്നുണ്ട്. ജസ്റ്റ് ആദ്യം ഓരോന്നിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ നോക്കുക. ഇനി നെക്സ്റ്റ് AUB ഇൻ പെരിമെനോപാസ്. അപ്പൊ ഇൻ പെരിമെനോപാസ് ആണെങ്കിൽ ഫസ്റ്റ് in every cases we are doing clinical evaluation only. Okay, and here along with the clinical evaluation you should look for any risk factors for endometrial cancer ഉണ്ടോ എന്ന് നോക്കണം. And after that you should do the transvaginal sonography directly അങ്ങ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ എൻഡോമെട്രിയൽ സാമ്പിളിങ്ങും ട്രാൻസ്വാജിനൽ സോണോഗ്രഫി ചെയ്തിട്ട് എൻഡോമെട്രിയൽ സാമ്പിളിംഗ് യു വിൽ ബി ഡൂയിങ്. ആൻഡ് വൈൽ ഡൂയിങ് എൻഡോമെട്രിയൽ സാമ്പിളിംഗ് യു ഗെറ്റ് atypical hyperplasia, then you should do the hysterectomy. And if it is hyperplasia without atypia, then you should give progesterone like LNG IUs you should be given here. Okay, ഇപ്പം നോൺ ഹോർമോണൽ മാനേജ്മെന്റ്സ് നമ്മൾ പറഞ്ഞല്ലോ. ഇനിഷ്യലി നമ്മളെപ്പോഴും നോൺ ഹോർമോണൽ മാനേജ്മെന്റ്സ് ആണ് അഡോളസൻസ് കേസിലായാലും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്സിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അപ്പം നോൺ ഹോർമോണൽ മാനേജ്മെന്റിൽ ആദ്യം വരുന്നത് നമ്മൾ ആന്റി ഫൈബ്രിനോലൈറ്റിക് ഏജന്റ് ആണ്. ആന്റി ഫൈബ്രിനോലൈറ്റിക് ഏജന്റ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? നമ്മൾ ട്രൊണക്സാമിക് ആസിഡ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് തെറാപ്പി ഇൻ മെനറേജി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ വിൽ റെഡ്യൂസ് ദ മെൻസ്ട്രൽ ബ്ലഡ് ലോസ് ബൈ 50% എങ്കിലും ബ്ലഡ് ലോസ് കുറയ്ക്കാനുള്ള capability അവർക്കുണ്ട്. ആൻഡ് അവരുടെ ഡോസേജ് എന്ന് പറയുന്നത് 1 gram thrice daily for 3 to 4 days. അതാണ് ഇവരുടെ ഡോസേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മതി ഇൻ കേസ് ഓഫ്. അതാണ് ഫസ്റ്റ് നോൺ ഹോർമോണിൽ നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തറ്റേസ് ഇൻഹിബിറ്റേഴ്സ്. പ്രോസ്റ്റാഗ്ലാൻഡിന്റെ സിന്തറ്റേസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തറ്റേസ് ഇൻഹിബിറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആയിട്ടുള്ള NSAIDs. അപ്പൊ ആ NSAIDsൽ വരുന്ന ഒരാളാണ് നമ്മുടെ ആര്? മെഫനാമിക് ആസിഡ്. അതാണ് നമ്മൾ ഫസ്റ്റ് ലൈൻ ഏജന്റ് ആയിട്ട് മെനറോജിയ കേസസിൽ നമ്മൾ കൊടുക്കുന്നത്. ഇവർക്ക് എന്താണ് ഇവരെങ്ങനെ ആക്ട് ചെയ്യുന്നത്? ദേ ആക്ട് ബൈ ഡിക്രീസിംഗ് ദ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തറ്റേസ് ഇൻഹിബിറ്റേഴ്സ്. അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസൈസ് ചെയ്യുന്നതിന് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അവരെന്താണ് അവരുടെ മെക്കാനിസം? ദേ ആർ ദ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തറ്റേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ദേ ഡിക്രീസ് ദ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് കോൺസെൻട്രേഷൻ ഇൻ ദ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ അളവ് ഇവർ കുറയ്ക്കും. അപ്പൊ ഇവർക്ക് ഒരു 25 to 50% മെൻസ്ട്രൽ ബ്ലഡ് ലോസ് കുറയ്ക്കാനുള്ള കാപ്പബിലിറ്റി ഇവർക്കുണ്ട്. ഓക്കെ, സോ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഈസ് ദേ ബ്ലോക്ക് ദ പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസപ്റ്റേഴ്സ്. ഓക്കെ, ഇനി ഇവര് എന്താണ് നമ്മൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവരെ കൂടുതലും നമ്മൾ കൊടുക്കുന്നത് ആസ് എ കോമ്പിനേഷൻ വിത്ത് ട്രാനാക്സാമിക് ആസിഡായിട്ട് കോമ്പിനേഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴാണ് മോർ എഫക്റ്റീവ്. ദെൻ അറ്റ് ദാറ്റ് ടൈം ദേ ആർ മോർ എഫക്റ്റീവ്. ആൻഡ് ദ ഡോസ് ഈസ് 500 milligram thrice daily for 5 days of flow. ഓക്കെ, 5 days of flowയിൽ 500 milligram thrice daily എന്ന രീതിയിലാണ് നമ്മൾ മെഫനാമിക് ആസിഡ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇതിന് നോട്ട് ഓൺലി ഇത് അതായത് ഈ ബ്ലീഡിങ് കുറയ്ക്കുക, അതായത് ബ്ലഡ് ലോസ് കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്. ദേ ആർ ഓൾസോ യൂസ്ഡ് ഫോർ ദ സിംറ്റംസ് ലൈക്ക് ഡിസ്മനോറിയ ഉള്ള കേസസിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെഡ് ഏക്ക് ഒക്കെ ഇത് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ മെയിൻലി when the patient is complaining of AUBA, normal uterine bleeding plus dysmenorrhea cases, we will be mainly referring this mefenamic acid. Okay, so that is the second one. And third one is ethamsilate. Third one ഏതാണ്? ethamsilate ആണ്. ethamsilate mainly they will decrease the endometrial capillary fragility അവർ ഡിക്രീസ് ചെയ്യും. endometrial capillary fragility ഡിക്രീസ് ചെയ്യും. അവരുടെ ഡോസ് 500 milligram ആണ്. ഓക്കെ, 500 milligram 4 times daily. 500 milligram 4 times daily ആണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇൻക്രീസ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും ഇവർ കൂട്ടും. മെയിൻലി എന്താണ്? റെഡ്യൂസ് എൻഡോമെട്രിയൽ കാപ്പിലറി ഫ്രജൈലിറ്റി, അതാണ് മെയിൻ ആയിട്ട്. സോ ദീസ് ആർ ദ 3 നോൺ ഹോർമോണൽ ഏജൻസ്. ഇനി അടുത്ത ഹോർമോണൽ ഏജൻസ് നമ്മൾ പറയുമ്പോൾ ആദ്യം വരുന്നതാണ് നമ്മുടെ OCPs. എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്. അതിൽ ഈസ്ട്രജനും ഉണ്ട്, നമ്മളെ പ്രൊജസ്ട്രോണും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഇതിൽ കൊടുക്കുന്നത്. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹിയർ ദർ ഈസ് എ റിഡക്ഷൻ ഇൻ ദ മെൻസ്ട്രൽ ബ്ലഡ് ലോസ് ബൈ അബൌട്ട് 50% ആയിട്ട് ഇവരുടെ ബ്ലഡ് ലോസ് കുറയ്ക്കാൻ ഇവർ സഹായിക്കും. ഇവരെങ്ങനെയാന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും? ഇത് സ്റ്റെബിലൈസ് ദ എൻഡോമെട്രിയം. അവർക്ക് എൻഡോമെട്രിയത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ കോമ്പിനേഷൻ പിൽ ദാറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ്. ഈ കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കൊടുക്കുന്ന വഴി ഇതെന്ത് ചെയ്യും? ദിസ് റിസൾട്ട് ഇൻ ദ എൻഡോമെട്രിയൽ അട്രോഫി. ഓക്കെ, എൻഡോമെട്രിയൽ അട്രോഫി ഉണ്ടാക്കും. അതുവഴി
എന്താണ് എൻഡോമെട്രിയൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസും ഫൈബ്രിനോലൈസിസ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ മെയിൻലി ഇവർ ഭയങ്കര എഫക്റ്റീവാണ്. HMBക്ക് നമ്മൾ കൊടുക്കുന്നവരാണ് ഇവർ. എൻഡോമെട്രിയൽ അട്രോഫി ഉണ്ടാക്കും ഇവർ. ദേ വിൽ ലീഡ്സ് ടു എൻഡോമെട്രിയൽ അട്രോഫി. ഓക്കെ, ദേ വിൽ സ്റ്റെബിലൈസ് ദ എൻഡോമെട്രിയം. അതുവഴി ബ്ലീഡിങ് ഇവർ കുറയ്ക്കും. ഇനി മറ്റ് കോൺട്രാസെപ്റ്റീവ്സ് അതായത് ഹോർമോണൽ പറയുന്നതിന് മുന്നേ നമുക്ക് ഇതിനെക്കുറിച്ച്, അതായത് OCPസിനെ കുറച്ച് പഠിക്കാം. കാരണം സംടൈംസ് OCPs നമുക്ക് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. അപ്പോൾ OCPസിന്റെ 2 യൂസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇറ്റ് വിൽ സ്റ്റെബിലൈസ് ദ എൻഡോമെട്രിയം അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് ഇറ്റ് വിൽ സ്റ്റെബിലൈസ് ദ എൻഡോമെട്രിയം, thereby it will decrease the bleeding. And second is it has a negative feedback on LH and FSH. അപ്പോൾ LHലും FSHലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് തന്നെ by reducing these there will be an ovulation. So this property can be used in case of contraception. Contraceptionൽ യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഫോർ ദ സപ്രഷൻ ഓഫ് ഓവറീസിൽ നമുക്ക് OCPs യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിന്റെ കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റ് നമുക്ക് നോക്കാം. അതായത് മെയിൻലി ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഇറ്റ് ഈസ് കമ്മിങ് ആസ് എ പാക്ക് ഓഫ് 21 ടാബ്ലറ്റ്സ് എന്ന ഫോമിലാണ് ഈ OCPs വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ബിറ്റ്വീൻ D1 to D5 ഓഫ് ദ സൈക്കിൾ. അതായത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിലെ D1 to D5 ഏതെങ്കിലും ഒരു ദിവസം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ദറ്റ് ഈസ് കണ്ടിന്യൂഡ് ഫോർ 21 ഡേയ്സ്. നമ്മൾ വി വിൽ ബി കണ്ടിന്യൂയിങ് ഇറ്റ് ഫോർ 21 ഡേയ്സ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ആൻഡ് ആഫ്റ്റർ 21 ഡേയ്സ് വി വിൽ ബി സ്റ്റോപ്പിംഗ് ഇറ്റ്. അപ്പോൾ പെട്ടെന്ന് നിർത്തുമ്പോൾ പ്രൊജസ്ട്രോൺ വിഡ്രോവൽ ഉണ്ടാവും. അതുവഴി ബ്ലീഡിങ്. അപ്പോൾ ഹിയർ ദ ബ്ലീഡിങ് ഈസ് occurs ഡ്യൂ ടു progesterone withdrawal bleeding occurring. Then repeat cycle. Again we should repeat this. So അത് ഇതിന് കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റ് ഉള്ളവരാണ് ഈ OCPs. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻ AUB subnormal uterine bleedingൽ we will be giving this OCPs. And how it is given means in early cases we are giving non-hormonal managements. അപ്പോൾ സിവിയർ കുറച്ചുകൂടി moderate severe കേസസിലാണ് here we are giving this like OCPs. So while we are doing the hemoglobin, if the hemoglobin is less than 10 gram per deciliter, we will be giving the OCPs continuously for 3 months. Okay, and if the hemoglobin is greater than or equal to 10 gram per deciliter, okay, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും for 3 months. And if the hemoglobin is 10 gram or greater than 10, അതായത് 10 അല്ലെങ്കിൽ 10 കൂടുതൽ ഗ്രാം പെർ ഡെസിലിറ്റർ ആണെങ്കിൽ നമ്മൾ 3 weeks ഓഫ് OCP കൊടുക്കും. ആൻഡ് ഫോളോഡ് ബൈ 1 week ഓഫ് ദെൻ അഗെയിൻ 3 അത് കണക്ക് 3 സൈക്കിൾസ്. ഓക്കെ, അതായത് ആദ്യം നമ്മൾ 3 weeks ഓഫ് OCP കൊടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 21 days OCPs നമ്മൾ കൊടുക്കും. അതിനുശേഷം 1 week ഓഫ് ആയിരിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ തുടങ്ങും. അത് കണക്ക് 3 വട്ടം. ഓക്കെ, 3 week സൈക്കിളായിട്ട്. ഓക്കെ, സോ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് ബ്ലഡ് ലോസ് കുറയ്ക്കും. നമ്മളെ സൈക്കിൾസ് റെഗുലറൈസ് ചെയ്യാൻ സഹായിക്കും. അതായത് ഇത് കഴിക്കുന്നതനുസരിച്ച് നമ്മളെ സൈക്കിൾ എന്തായിരിക്കും റെഗുലർ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ബ്ലഡ് ലോസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് കറക്റ്റ് നമ്മൾ ഓസ്ട്രജൻ പ്രൊജസ്ട്രോൺ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് അവിടെ ബ്ലഡ് ലോസ് കുറയും. സൈക്കിൾ റെഗുലറൈസ് ആവും. സോ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ബൈ റെഗുലറൈസിങ് ദ സൈക്കിൾസിനെ റെഗുലറൈസ് ചെയ്തിട്ടുള്ള ഡ്രഗ് ഓഫ് ചോയ്സ് എപ്പോഴും OCPs ആണ്. പിന്നെ അവർക്ക് കോൺട്രാസെപ്റ്റീവ് സമയത്ത് എന്താണ് ഇതിന് കോൺട്രാസെപ്ഷനുള്ള ഇതുണ്ട്. അതുകൊണ്ട് കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റും ഉണ്ട്.